കൈ മുറിച്ചു മാറ്റിയ പലശന സ്വദേശിയായ പെൺകുട്ടി വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചു. എറണാകുളം കാക്കനാട്ടെ ഹോപ്പ് ക്ലിനിക്കിലാണ് ഇന്ന് രാവിലെ കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുട്ടിയെ നേരിൽ സന്ദർശിച്ചു. മാധ്യമ വാർത്തകളെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കൃത്രിമ കൈ പിടിപ്പിക്കുന്നതിനുള്ള സഹായം നൽകിയത്. 8 ലക്ഷത്തോളം രൂപയാണ് കൃത്രിമ കൈക്കായി അദ്ദേഹം ചെലവഴിച്ചത്. ഇതിനുള്ള കൈ വിദേശത്തു നിന്ന് കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിക്കുകയായിരുന്നു. കാക്കനാട്ടുള്ള കൃത്രിമ കൈയും കാലും മൂക്കും മറ്റും വെച്ചുപിടിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് കൈ വെച്ചുപിടിപ്പിച്ചത്. 10 മിനിറ്റ് കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ പൂർത്തിയായി. കൈ കിട്ടിയിട്ടേ സ്കൂളിൽ പോകാനായിരുന്നു വിനോദിന് നേരത്തെ പറഞ്ഞത്. ഒരു സമാധാനം ഉണ്ടോ? വേദന ഉണ്ടോ ഇപ്പൊ കൈക്ക്? ഇല്ല. കുഴപ്പമില്ല, ഒന്നും തോന്നിയില്ല. സന്തോഷം തോന്നിയില്ലേ? ഇനിയിപ്പോ സ്കൂളിൽ പോണ്ടേ നമുക്ക്? എന്ന് മുതലാ പോന്നെ? അടുത്ത വർഷം പോവും. ഗിഫ്റ്റ് ഒക്കെ തന്നല്ലോ, ഞങ്ങള് കണ്ടല്ലോ. ഇനി ഈ കൈ കഴിഞ്ഞിട്ട് വേറെ കൈ വെക്കണം പറഞ്ഞു. മോള് വലുതാവുമ്പോ അതനുസരിച്ച് മാറ്റം വരുമ്പോ ഇത് മാറ്റി വെച്ച് തരാന്നല്ലേ? നന്നായിട്ട് പഠിക്കണം പറഞ്ഞോ? പറയേണ്ട കാര്യമാണോ? അതിപ്പോ ഓബ്വിയസ് അല്ലേ? പഠിക്കണല്ലോ. ഓഫാക്കണോ? ഓഫാക്കാട്ടോ. അമ്മയുടെ എടുത്താലോ? ആശ്വാസമുണ്ടോ ഇപ്പൊ? ആശ്വാസമുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് മോളിത് വെച്ചിട്ട്? ഓക്കെയാണോ? അവളെന്താ പറയണേ? അവള് ഓക്കെയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ പറഞ്ഞാൽ നല്ല അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതായല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമായി ഞങ്ങക്ക്. അതെ, നമ്മളിപ്പോ വീട്ടിന്റെ കാര്യം കൂടി സാറിനെ കൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥലമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് അതും കൂടി നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സാറ് തന്നെ സ്ഥലം മേടിച്ചു തരാ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു ആൾക്കാർ വീട് വെച്ച് തരാ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത്. അപ്പോൾ അവര് നമുക്ക് വെച്ച് തരും. അപ്പോൾ സാറൊന്ന് സ്ഥലം കണ്ടുപിടിക്കണം പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ കയ്യിൻ്റെയും കൂടി ചോദിച്ചു, സാറേ കൈ ഇനി അടുത്തൊന്ന് എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണം, നിങ്ങളുടെ നേരെ വന്നാൽ മതി, ഇത് മാറ്റുന്ന സമയത്ത് ഇങ്ങോട്ട് നേരെ വന്നാൽ മതി, ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് സാറ് വരുമ്പോൾ സ്കൂളിൽ വിടണം, അതാണ് നമുക്ക് തയ്യാറെടുപ്പിന്. രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാപനത്തിൽ നേരിട്ടെത്തി വേണ്ട നിർദ്ദേശം നൽകി. കുട്ടിയെയും കുടുംബത്തെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ ഭാവി ചെലവുകൾക്കും ഭൂമിക്കും വീടിനുമുള്ള സഹായം പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തതായി വിനോദിനിയുടെ പിതാവ് വിനോദ് അറിയിച്ചു. മുൻമന്ത്രി വി സി കബീർ ഉൾപ്പെടെയുള്ള നേതാക്കളും സതീശനൊപ്പമുണ്ടായിരുന്നു. അതൊരു പാവം കുഞ്ഞല്ലേ, സന്തോഷമായി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. വളരെ ഒരു സന്തോഷമാണ്. കാരണം അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, പാലക്കാടൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ ആയിട്ടുള്ള സ്ഥലമില്ല. അങ്ങനെയാണ് എറണാകുളത്ത് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാനിവിടെ വേറൊരാൾക്ക് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പോകുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പാണ്. ഇവർ വളരെ നല്ല രീതിയിൽ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത, ഇന്നത്തെ ഏറ്റവും അപ്ഗ്രേഡ് ചെയ്ത ഒരിതാണ്. അപ്പോൾ അത് നല്ല എക്സസൈസും ട്രെയിനിങ്ങും ഇന്നും നാളെയും കൂടി ഇവരെ കുടുംബം കൂടെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ഒക്കെ പറ്റുന്ന ഇതിലെ ഏറ്റവും മോഡേണാണ്. ഇതിങ്ങനെ നമ്മൾ ഈ ടെലിഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ, നമ്മുടെ മൊബൈൽ ഫോണിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കൊച്ചു വലുതാവുന്നതനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാകും. ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഏത് സമയത്ത് ഇതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പം എല്ലാം അപ്ഗ്രേഡ് ചെയ്താണ്. 2 കൊല്ലം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ ഈ സ്ഥാപനത്തെ ഹോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും. കുഞ്ഞല്ലേ, അത് വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും. കാരണം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിന്റെ ചോദ്യമുണ്ട്. അതിൽ നമ്മളെല്ലാം തകർന്നു പോകും. ആ ചോദ്യത്തിനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരത് ചെയ്യണമായിരുന്നു. കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പിഴവുണ്ടായി കഴിയുമ്പോൾ ആ പിഴവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പിഴവ് പറ്റി, കൊച്ചിനാണ് പറ്റിയത്, നമ്മൾ ആ പിഴവ് പരിഹരിക്കാൻ ഏത് അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോയി ചെയ്യുക. ഗവൺമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ വിചാരിച്ചൊരു വ്യക്തി ഞാനിത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എത്രയോ പേരാണ് എന്നെ വിളിച്ചത്. അത് സാറ് ചെയ്യേണ്ട, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ് എന്തോരാളുണ്ട് ഈ നാട്ടില് സഹായിക്കാൻ പറ്റിയ.
നല്ല മനുഷ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഗവൺമെന്റിന് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറയില്ല, 5 വർഷം കത്രിക വയറ്റിലേക്ക് കൊണ്ട് നടന്നൊരു സ്ത്രീ, അവരുടെ വേദന എന്തായിരുന്നു അറിയാം? 5 കൊല്ലക്കാലത്ത് വേദന. എന്നിട്ട് പിന്നീടാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തത്. ചെയ്തപ്പോൾ അകത്ത് പോയതാണ്. എന്നിട്ട് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ പെയിനാണ്, അത് ഞങ്ങൾ തന്നെ സഹായിക്കുന്നത്. അത് സമരം ചെയ്ത് ഞാൻ 2-3 പ്രാവശ്യം അവരുടെ സമരത്തിന് പോയി. പിന്നെ എനിക്ക് തന്നെ കുറ്റബോധമായി. സമരം ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു ചികിത്സ സഹായം. ഗവൺമെന്റ് ഒന്ന് ചെയ്യണ്ടേ? ഞാൻ അതാണ് നിയമസഭയിൽ ചോദിച്ചത്. രാഷ്ട്രീയം അല്ലാതെ ഏത് ഗവൺമെന്റ് ആയാലും ഒരു മനസാക്ഷി വേണ്ടേ നമുക്ക്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുരന്തം പറ്റുമ്പോൾ പറ്റി അത് നടപടിയെടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അവരെ കൊണ്ട് പറ്റില്ല. താങ്ങാൻ പറ്റുമോ ഇത്? ഇങ്ങനത്തെ ഒരു ഇത്രയും പണമൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു വീട് പോലും, സ്ഥലം പോലും, 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് നമുക്കൊന്ന് സ്ഥലവും വാങ്ങിച്ചു കൊടുത്താൽ കൊച്ചിനൊരു സന്തോഷമായിട്ട് വീട് വേറെ ആൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇത് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ജില്ലാശുപത്രിയിലെ ചികിത്സാ വീഴ്ച കാരണമാണ് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റേണ്ടി വന്നത്. പാലക്കാട് ജില്ലാശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ കുടുംബത്തിന് 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പ്രതിമാസം 4000 രൂപ സർക്കാർ നൽകുമെന്ന് MLA കെ ബാബു അറിയിച്ചിട്ടുണ്ട്. സംഭവം ഏറെ രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.